ഹല്ലേലൂയ. നമ്മുടെ വചനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്തിൽ ആമോസിൻ്റെ പ്രവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടെ പെട്ടെന്ന് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം വിജാതീയരുടെ പാപങ്ങളെ നോക്കുന്നു, അവരെ ന്യായം വിധിക്കുമെന്ന് കേൾക്കുന്നത് നമുക്കൊരു സുഖമായിരിക്കാം. പക്ഷേ ദൈവം വിജാതിയുടെ പാപങ്ങളെ മാത്രമല്ല, വിശ്വാസികളുടെ പാപങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വീഴ്ചകളെ, അവരുടെ വ്യതിചലനങ്ങളെ ദൈവം വളരെ ഗൗരവമായി വീക്ഷിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. പാപത്തെക്കുറിച്ചുള്ള ചെറുതായിട്ട് കാണാനായിട്ട് നമ്മൾ ഒരിക്കലും ഇടയാകരുത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വ്യാജമായ ഒരു സമാധാനം നമുക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അതൊക്കെ ദൈവമെല്ലാം കുഴപ്പമില്ല, ദൈവം ഗോഡ് ഈസ് ഓക്കെ വിത്ത് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പേടിക്കേണ്ട കാര്യങ്ങൾ പേടിക്കണം. കാര്യം ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത് ന്യായവിധിയുടെ ഒഴിവല്ല കാണിക്കുന്നത്. പ്രത്യേകത ന്യായവിധിയിൽ നിന്ന് ഒഴിയുവാനായിട്ടുള്ള മാനസാന്തരത്തിനുള്ള അവസരമായിട്ടാണ് അതിനെ കർത്താവ് പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്നുള്ളത് കർത്താവിൻ്റെ ആഗ്രഹമാണ്. കാര്യം ആരും നശിച്ചു പോകുവാൻ കർത്താവിന് ഇഷ്ടമില്ല. പക്ഷേ നാശം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നാശത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ആ സ്റ്റേജിൽ നിന്ന് മാറി ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ യഹൂദയുടെ പാപത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒന്നാമത് അവരുടെ പ്രത്യേകത, അവർ പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ദേ ഡിസ്പൈസ്ഡ് ദ ലോ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നിയമങ്ങളെ അവർ തുച്ഛീകരിച്ചു, ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ അനുസരണക്കേട് കാണിച്ചു. അതിനോട് ചേർന്ന് നമ്മൾ വീണ്ടും അവര് പിതാക്കന്മാരുടെ തെറ്റുകളെ ഇവർ ആവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിതാക്കന്മാരുടെ തെറ്റുകളെ അവരെ ആക്രമിക്കുന്നു. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്, അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോകുന്ന അവരുടെ വ്യാജമൂർത്തികൾ അവരെ തെറ്റി നടക്കുമാറാക്കുകയും ചെയ്തിരിക്കയാൽ തന്നെ. ആ വാക്ക് രണ്ടായിട്ട് വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കണം. അതായത് അവരുടെ വ്യാജമൂർത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ എന്തൊക്കെ തെറ്റുകളിൽ വീണോ ഇവരും എന്ത് ചെയ്യാണ്, അവരെ അത് ആവർത്തിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. കാര്യം അവർക്ക് ചില ഐഡൽസ് ഉണ്ടായിരുന്നു. ഇപ്പം യഹൂദയുടെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ചില ഐഡൽസ് ഉണ്ട്. ഇപ്പം അശേരയെയും ബാലനെയും ഒക്കെ അവർ ആരാധിച്ചിരുന്നെങ്കിൽ അതിനകത്ത് നിന്ന് അവർ വീണ്ടും അടുത്ത തലമുറ വരുമ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മുടെ തലമുറകളിൽ, നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ, പിതാക്കന്മാർ പറഞ്ഞാൽ വലിയ പ്രായമുള്ള ആളുകളുടെ കാര്യമൊന്നുമല്ല, വളരെ വിശുദ്ധിയോടും വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി ഇറങ്ങിയ ആളുകളുടെ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോഴത്തേക്ക് അവർക്ക് വിശുദ്ധിയും വേർപാടും ആത്മീയതയും നിത്യതയും ഒക്കെ മാറിയിട്ട് ഭൂമിയിലെ കാര്യങ്ങൾ അവരുടെ വിഗ്രഹങ്ങളായി തീർന്നു. ഇത് നമ്മൾ കണ്ടതാണ്, ഇതൊരു ചരിത്രമാണ്. അതായത് 10, 70, 80 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ആ വിശുദ്ധിയുടെ, നിങ്ങൾക്കറിയാമല്ലോ, ഹോളിനെസ് മൂവ്മെന്റിലൂടെ ഇങ്ങോട്ട് വന്ന ആ മൂവ്മെന്റ് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഹോളിനെസ് മൂവ്മെന്റ് എന്നാണ്. ആ വിശുദ്ധിയുടെ പ്രമാണത്തിലൂടെ, അല്ലെങ്കിൽ ഫണ്ടമെന്റലായിട്ട് വേദപുസ്തകം പൂർണ്ണമായും വിശ്വസിച്ച് പഠിപ്പിക്കുന്ന ഫണ്ടമെന്റലിസ്റ്റുകൾ, ഹോളിനെസ് മൂവ്മെന്റിലെ ആളുകൾ, പെന്റിക്കോസ്റ്റൽ മൂവ്മെന്റ്, ഇങ്ങനെയുള്ള മൂവ്മെന്റുകളിലൂടെ മുന്നോട്ട് വന്ന ആളുകൾ വിശുദ്ധിക്കും വേർപാടിനും നിത്യതയ്ക്കും വേണ്ടി അവരുടെ സംസാരം പോലും അതായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ സംസാരത്തിൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ നേടുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് അവർ ആത്മീയതയെ കാണാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ഉദാഹരണം തരണേ. എന്താ ഉദാഹരണം? സ്വർഗത്തിലേക്കുള്ള ഉദാഹരണമൊന്നുമല്ല, ഇവിടെ ഒരു ഉദാഹരണം വേണം. മക്കളുടെ വിദ്യാഭ്യാസം, പണം, പദവികൾ, കസേര, ഇതൊക്കെ ഇവരുടെ മനസ്സിൽ വന്നു. ഇതൊക്കെ ഒരു വ്യതിയാനമാണെന്ന് പുതിയ തലമുറ മനസ്സിലാക്കി അതിൽ നിന്ന് നമ്മൾ വ്യത്യാസം പ്രാപിക്കേണ്ടതായിരുന്നു. അതിനു പകരം അടുത്ത തലമുറ വരുമ്പോഴും ഈ അധികാരത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു കൈൻഡ് ഓഫ് അതിനെ പിൻപറ്റുന്നത്. അത് കർത്താവ് പറയാണ്, എനിക്കിനി അത് ശിക്ഷിക്കാൻ കഴിയാതെ ഇരിക്കയില്ല. അപ്പൊ സ്വാർത്ഥത, അവരുടെ വിഗ്രഹങ്ങൾ പഴയ ആൾക്കാരുടെ വിഗ്രഹങ്ങളായിരുന്നു. അവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം പഴയ ആളുകളുടെ പ്രശ്നം എന്നത്, ആദ്യ തലമുറ ദൈവത്തിൽ ആശ്രയിച്ചിറങ്ങി, രണ്ടാമത്തെ തലമുറ അവരുടെ കഴിവുകളിൽ ആശ്രയിക്കാൻ തുടങ്ങി. അതിനവർ ദൈവത്തെ കൂട്ടുപിടിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഫുൾ ഗോസ്പൽ ബിസിനസ്മെൻ്റെ ഒരു ഫെലോഷിപ്പിൻ്റെ ഒരു മീറ്റിങ്ങിന് മപ്പുട്ടോയിൽ, ആഫ്രിക്കയിൽ, അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ സൂപ്രണ്ടനെ പറഞ്ഞു വിട്ടു, നീ ഒന്ന് പോയി അവിടെ ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ചെന്നതാണ്. അപ്പം ഞാൻ അവരോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. ദൈവത്തെ നമുക്ക് 2 രീതിയിൽ ആശ്രയിക്കാം. ഒന്ന്, ഒരു ഊന്നുവടിയായിട്ട് ആശ്രയിക്കാം. അപ്പം നമ്മൾ പറയുന്നത്, കർത്താവേ എനിക്ക് അവിടം വരെ പോകണം,
അവിടെ വരെ പോകാൻ എനിക്ക് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നെ നീ സഹായിക്കണം, എന്നെ ഒന്ന് പിടിച്ചോണം, ഒന്ന് താങ്ങിക്കോണം. ദൈവം നിങ്ങളെ അവിടെ വരെ കൊണ്ടുപോകുന്നെങ്കിൽ വെക്കുക. പക്ഷെ അപ്പോഴും പോകേണ്ട സ്ഥലം നിങ്ങളുടെയാണ്, ഡെസ്റ്റിനേഷൻ നിങ്ങളുടെയാണ്, പോകുന്നത് നിങ്ങളാണ്, നടക്കുന്നത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് നടക്കാൻ അത്രയും ശക്തിയില്ലാത്തതിനൊരു ഹെൽപ്പ് എന്നുള്ള നിലയിൽ ദൈവത്തെ കൂടെ നിങ്ങൾ കൂട്ടുപിടിക്കുന്നു. ആ ആശ്രയം എന്ന് പറയുന്നത് ഒരു ബിബ്ലിക്കൽ ഫെയ്ത്ത് അല്ല. ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചറെ കയറി കിടക്കുന്ന പോലെയാണ്. സ്ട്രെച്ചറെ കയറി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്നില്ല, ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മളെ കൊണ്ടുപോകുന്ന ആളാണ് തീരുമാനിക്കുന്നത്. എങ്ങോട്ട് പോകണമെന്നും തീരുമാനിക്കുന്നത് ദൈവമാണ്, എങ്ങനെ പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുന്ന ദൈവമാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. നമ്മൾ പൂർണ്ണമായും ആ വ്യക്തിയിൽ ആശ്രയിക്കുന്നുണ്ട്. എന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോകുവാൻ അവന് കഴിയും, അവനത് ചെയ്യും എന്ന് ബോധ്യമില്ലെങ്കിൽ ഞാൻ കയറി കിടക്കുമോ? ഇല്ല. അപ്പൊ കർത്താവിൽ അങ്ങനെ ആശ്രയിച്ചാണ് എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, ഇതൊന്നും അറിയാൻ വയ്യാതെയാണ് പിതാക്കന്മാര് ഇറങ്ങി പുറപ്പെട്ടത്. അബ്രഹാം എവിടേക്ക് പോകുന്നു എന്നറിയാതെ ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ അടുത്ത തലമുറ വന്നപ്പോഴുണ്ടായ പ്രശ്നം എന്നറിയാമോ? അവർ ദൈവത്തെ എങ്ങോട്ട് പോകുന്നുവെന്നറിയാതെ അനുഗമിക്കുന്നത് നിർത്തിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് അവർ പറഞ്ഞു, ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴവിടെ സെൽഫിഷ്നെസ് ഉണ്ടായി, സെൽഫ് ഉണ്ടായി, അവൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായി. ഇതെല്ലാം വിഗ്രഹങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. ഇന്ന് ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന ആളുകളുടെ അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ തെറ്റ് ഞാനത് അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതുപോലെ അടുത്തതായിട്ട് പറയുന്നത് അവരുടെ ആ വാക്യത്തിനകത്ത് വ്യാജമൂർത്തി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യാജം, അതിൻ്റെ മൂർത്തിഭാവം എന്നുള്ള അർത്ഥം വ്യാജം എന്ന് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് തന്നെ ആൻഡ് ദെയർ ലൈസ് കോസ് ദം ടു എർ. അവരുടെ കള്ളത്തരങ്ങൾ അവരെ തെറ്റുമാറാക്കിയെന്നാണ്. അല്ലാതെ മൂർത്തികൾ തെറ്റുമാറാക്കിയെന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കറക്റ്റ് അത് അവരുടെ കള്ളത്തരങ്ങൾ അവരെ തെറ്റുമാറാക്കി. ഈ തലമുറയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കള്ളത്തരങ്ങളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രൈവസി എന്ന് പറഞ്ഞ് ഇപ്പോൾ യാതൊരു ട്രാൻസ്പെറൻസിയും ഇല്ലാതായി. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ ഇന്ന് അറിയാനേ കഴിയുന്നില്ല. ഇവൻ്റെ അടുത്ത മൂഡ് എന്താണെന്നുള്ളത് നമ്മൾ എത്ര അടുത്ത വിശ്വാസികളാണെന്ന് പറഞ്ഞാലും, എത്ര സ്നേഹിതരാണെന്ന് പറഞ്ഞാലും, ഇവൻ അടുത്തത് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തതുപോലെ ആയിരിക്കുന്നു. കാര്യം അവൻ്റെ മനസ്സിൽ ഹിഡൻ അജൻഡാസ് പലതുണ്ട്, ട്രാൻസ്പെറൻ്റ് അല്ല. നേരത്തെ അങ്ങനല്ല. നേരത്തെ ദൈവഹിതവും ദൈവികതയും ആത്മീയതയും നിത്യതയും ഒക്കെ മാത്രം മനസ്സിലുണ്ടായിരുന്നപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു, അവനൊന്നും നേടാനില്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത ആത്മീയതയിൽ തന്നെ, ഞാനീ പറയുന്ന തെറ്റുകളും ഈ പാപങ്ങൾ എന്ന് പറയുന്നത് മോവാബിൻ്റെ കുറ്റമല്ല ഈ പറയുന്നത്, യഹൂദയുടെ കുറ്റമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ലൈസ്, അവരുടെ കള്ളത്തരങ്ങൾ ഈ തലമുറയുടെ ഒരു വലിയ പ്രശ്നമാണ്. കള്ളത്തരങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നതിന്. അതായത് എനിക്ക് എൻ്റെ മനസ്സ് ആരുടെയും മുമ്പിൽ തുറക്കാൻ ഇഷ്ടമില്ല. എനിക്ക് എൻ്റെ ഒരു ലോകമുണ്ട്. അതുകൊണ്ട് എന്താ, നമ്മൾ ചിലപ്പം മറ്റുള്ളവരെൻ്റെ എന്തെങ്കിലും രഹസ്യങ്ങൾ കണ്ടുപിടിച്ചാലും, ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം അവന് എന്തോന്ന് രഹസ്യങ്ങളാണ്. അവന് രഹസ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം അവൻ ട്രാൻസ്പെറൻ്റ് ആണെന്നാണ്. എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം എനിക്ക് മറ്റൊരാളോട്, ഞാൻ എപ്പോഴും ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഫ്രീഡം വേണം. കർത്താവ് എനിക്ക് തന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, എനിക്ക് എന്നിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം, മറ്റുള്ളവർക്ക് എന്നോട് ആ സ്വാതന്ത്ര്യം വേണം, എനിക്ക് അവരോടും ആ സ്വാതന്ത്ര്യം വേണം. ഇല്ലെങ്കിൽ എന്തോന്ന് സ്വാതന്ത്ര്യം? ഞങ്ങൾ ഒരു സഭയിൽ ഒരുമിച്ചിരുന്ന് ആരാധിച്ചിട്ട് ഞാൻ എവിടെയാണ് തെറ്റുന്നതെന്ന് നോക്കിയിരിക്കുകയാണെങ്കിൽ, ഞാൻ മറ്റൊരാൾ എവിടെയാണ് തെറ്റുന്നത് ഞാൻ നോക്കിയിരിക്കുകയാണെങ്കിൽ എവിടെയാണ് ട്രാൻസ്പെറൻസി? ഈ കള്ളത്തരങ്ങളുടെ ലോകത്ത് നിന്ന് നമുക്കൊരു രക്ഷ ആവശ്യമാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഈ വ്യാജഭാവങ്ങളാണ് എല്ലായിടത്തും. എവിടെ? കുടുംബത്തിൽ വ്യാജഭാവമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പോലും ട്രാൻസ്പെറൻസി ഇല്ല. മക്കളും പിതാക്കന്മാരും അല്ലെങ്കിൽ മാതാപിതാക്കളുമായിട്ട് ട്രാൻസ്പെറൻസി ഇല്ല. ഓരോരുത്തർക്കും അവരവരുടെ ലോകമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ഓരോ പ്രോബ്ലംസ്, ഇപ്പം ലൈക്ക് ഞാൻ ചിലപ്പം ഇങ്ങനെ ജെയിംസോട് ഞാൻ സംസാരിച്ചപ്പോഴും ഞങ്ങൾ ഇന്നത്തെ ഈ ഇലക്ട്രോണിക് യുഗത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് ടെലിവിഷൻ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ടെലിവിഷൻ വന്നപ്പോഴും പണ്ട് ഒരു ടെലിവിഷൻ അത് ഡ്രോയിങ് റൂമിലാണ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കാണണമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നേ കാണത്തുള്ളൂ. ഒരാൾക്കും പ്രൈവറ്റായിട്ടുള്ള ഒരു കാഴ്ചയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഓരോരുത്തരുടെയും
ടെലിവിഷൻ ഉൾപ്പെടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ കുന്ത്രാണ്ടം കയ്യിലിരിക്കുകയല്ലേ. എനിക്ക് എൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ ആരെയും കാണിക്കാതെ എനിക്ക് കാഴ്ചകൾ കാണാമല്ലോ. ആരെയും കാണാതെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന നിലയിൽ പിശാച് ഒരു പ്രൈവറ്റ് ലോകം മനുഷ്യന് മുമ്പിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ഡെവിളിഷ്. അതുകൊണ്ട് ഈ ഒരു വളർച്ച നന്മയിലേക്കല്ല, തിന്മയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സിലാക്കണം. യഹൂദയുടെ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഇതാണ്, ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അവരുടെ കള്ളത്തരങ്ങളാണ് അവരെ തെറ്റിക്കുന്നത്. സമൂഹത്തിലും സഭയിലും കുടുംബത്തിലും ജീവിതത്തിലും യാതൊരു രീതിയിലും ട്രാൻസ്പെറന്റ് അല്ലാത്തൊരു ജനം. നമുക്ക് എത്ര പേർക്ക് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റും എനിക്ക് രഹസ്യങ്ങളില്ലാന്ന്? കുടുംബത്തിൽ, ഭവനത്തിൽ, വീട്ടില്, നമ്മുടെ സഭയില് നമുക്ക് രഹസ്യങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റിയ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇനി യാതൊരു സംശയമില്ല. അവിടെയാണ് നമ്മുടെ ഇൻറ്റഗ്രിറ്റി നമ്മൾ സൂക്ഷിക്കുന്നത്. അവിടെയാണ് ഭക്തി എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. മറ്റൊരാളെ കാണിക്കാൻ കഴിയാത്ത മറ്റൊരാൾക്ക് കാണാൻ കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യം എനിക്ക് കാണണ്ട. മറ്റൊരാൾക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു കാര്യം എനിക്ക് കേൾക്കണ്ട. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. എന്തൊരു ഫ്രീഡം ആയിരിക്കും എന്നറിയാമോ? നമ്മുടെ ഫ്രീഡം മുഴുവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ ഈ പ്രൈവറ്റ് ലോകം ഉണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പോഴത്തേക്ക് വേറൊരാൾ അതേ സർ ഹെൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഫിലോസഫറുടെ വാക്യമാണ്, അതേ സർ ഹെൽ. മറ്റുള്ളവർ ഇത് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാണ്. കാര്യം അയാളെങ്ങാണ് എൻ്റെ ലോകത്തിലേക്ക് കയറിയാലോ എന്നുള്ള പേടി. ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ള മനസ്സിലാക്കണം. യെരുശലേമിൻ്റെ അരമങ്ങളെ ദഹിപ്പിക്കുന്ന തീ എന്ന നിലയിലാണ് 5-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ 5-ാമത്തെ യഹൂദയിൽ തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ച് കളയും. അടുത്തത് ഇസ്രായേലിന്റെ പാവങ്ങളെ കുറിച്ച് പറയുകയാണ്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇസ്രായേലിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റ് കളഞ്ഞിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കി കളയില്ല. ഇത് വടക്കേ രാജ്യമാണ് ഇസ്രായേൽ. യഹൂദയെക്കുറിച്ച് പറഞ്ഞാൽ തെക്കേ രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ വടക്കേ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത, ആമോസ് അവിടെ നിന്നാണ് പ്രവചിക്കുന്നത്. ആമോസ് തെക്കേ രാജ്യക്കാരനാണ്, പക്ഷെ ആമോസ് ഇപ്പോൾ എവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്? വടക്കേ രാജ്യത്ത് നിന്നാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ അവരുടെ തെറ്റുകൾ ചിലപ്പം ആളുകൾ പറയും, ഇയാളെന്തിനാ വന്ന് ഞങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾ പറയുന്നത്, എവിടെ പോയി പറഞ്ഞാൽ പോലായോ? അത് ആമോസിനോടും ചോദിച്ചൊരു ചോദ്യമാണ്. എടോ ദർശക, തനിക്ക് വല്ലതും തിന്നാൻ വേണമെങ്കിൽ താൻ യഹൂദയിൽ പോയി തെക്കേ രാജ്യത്ത് പോയി പ്രവചിച്ചോ, ഇവിടെങ്ങും വന്ന് പ്രവചിച്ചേക്കരുതെന്ന്. അല്ലേ? അതായത് വേറൊരാളെൻ്റെ കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് ഒരിക്കലും ഞാൻ തയ്യാറല്ല. പക്ഷേ ആമോസ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും എന്നാണ് ആമോസ് അവിടെ പറയുന്നത്. പക്ഷേ ആ വാക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാക്കാണ്. ഒരു പാവ ഇടയ ചെറുക്കൻ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടക്കുന്ന. പക്ഷെ അങ്ങനല്ല ആമോസ് അവിടെ പറയുന്നത്. ആമോസ് പറയുന്നത്, എനിക്ക് പ്രവചിക്കേണ്ട ആവശ്യമൊന്നും, അല്ലെങ്കിൽ ഭക്ഷണം, അതായത് പോയി പ്രവചിച്ച് അഹോവൃത്തി കഴിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. ആമോസിയാവ് പറയുന്നതാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. ആമോസ് പറയുന്നത് അറിയാമോ? എടോ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുള്ള ആളൊന്നും അല്ലായിരുന്നു. ഞാൻ ഇടയൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇടയൻ എന്ന വാക്ക്, ഞാൻ ആടുകളുടെ ഉടയവൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ല ഷെപ്പേർഡ് എന്നുള്ളതിനേക്കാൾ ഉപരി. അതായത് ഐ ഹാവ് എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. എനിക്കൊരു ആട്ടിൻ കൂട്ടം തന്നെ സ്വന്തമായിട്ടുള്ള ആളാണ്. അത് തന്നെയൊന്നുമല്ല, ഞാൻ കാട്ടത്തിപ്പഴം പെറുക്കുന്നതിനോട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഐ എം എ ട്രഷർ ഓഫ് ദ സിക്കാമോ ട്രീ എന്നാണ്. അതായത് എനിക്ക് പണിയൊന്നും അറിയാൻ വയ്യാത്ത ആളൊന്നുമല്ല. അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അത്തിപ്പഴത്തിന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് പോലെയുള്ള ഈ സൂചിക്കുത്ത് കൊടുക്കുന്ന അക്യുപങ്ക്ചർ അതുപോലുള്ള ഒരു ഇത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതറിയാവുന്നതാണ്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഞാൻ ബയോടെക്നോളജി ഒക്കെ കഴിഞ്ഞിട്ട് വന്ന ആളാ മോനെ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാക്കാണ് ആമസോൺ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വല്ലതും തിന്നാൻ വേണ്ടി പ്രവചിക്കാൻ ഇറങ്ങിയതൊന്നും അല്ല. എനിക്കൊരു തൊഴിൽ അറിയാം. ഐ എം എ ട്രഷർ ഓഫ് ദ സിക്കാമോ ട്രീ. എനിക്ക് ബയോടെക്നോളജിയിൽ ഞാൻ ഡിഗ്രി പാസ്സായ ആളാണ്, കഴിഞ്ഞ ആളാണ്. എനിക്കതിന് പ്രായോഗികമായി ഇത് ചെയ്യാനറിയാം. പിന്നെ എനിക്കൊരു ആട്ടിൻകൂട്ടം സ്വന്തമായിട്ടുള്ള ആളാണ്. എന്നാൽ ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു പോടാന്ന്. അതുകൊണ്ട് വന്നതാ. ഇങ്ങനെയാണ് ആമോസ് അവിടെ പറയുന്നത്. അല്ലാതെ ആമോസ് പറയുന്നത് ഞാൻ ഒരു പാവം കാട്ടത്തിപ്പഴം പെറുക്കുന്നവൻ ഇടയനും അങ്ങനല്ല. അതായത് ഞാനൊരു പ്രൊഫഷണൽ പ്രോഫറ്റ് അല്ല. പ്രവചിച്ച് കാശ് വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു പ്രൊഫഷണൽ പ്രോഫറ്റ് ഒന്നും അല്ല. സിംഹം ഗർജിച്ചിരിക്കുന്നു, ആർ ഭയപ്പെടാതിരിക്കും? കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു, ആർ
പ്രവചിക്കാതിരിക്കും? എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല, ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ വടക്കേ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ഇൻജസ്റ്റിസ് ആണ് എടുത്തു പറയുന്നത്. അവിടെ അവരുടെ പാപം കൂടുതൽ, അതിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ദൈവം എപ്രകാരം അവരെ വിളിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് പുറപ്പെടുവിച്ചു, അമ്മോരുടെ ദേശത്ത് കൈവശമാക്കി നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ നടത്തി. അങ്ങനെ നിങ്ങളുടെ ചരിത്രത്തിൽ ഇത്രയും പ്രവർത്തിച്ചിട്ടും അവിടെ കർത്താവ് പറയുന്നത്, എന്നിട്ടും നിങ്ങൾ, അതിൻ്റെ 6-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, യഹോവ ഇപ്രകാരം വിളിച്ചിരുന്നു, ഇസ്രായേലിന്റെ 3-4 അതിക്രമ നിമിത്തം അവർ നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളഞ്ഞിരിക്കാൻ തന്നെ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. അനീതി കാണിക്കുന്ന ഇൻജസ്റ്റിസ്, അതാണ് അവരുടെ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത്, ഇൻജസ്റ്റിസ്. കർത്താവ് ചോദിക്കുക, എടാ, യാതൊരു നീതിയും ലഭിക്കാതെ മിസ്രയീം ദേശത്ത് കിടന്ന നിന്നെ ഞാൻ വിടുവിച്ച് 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വന്നത് ഓർത്താലെങ്കിലും നിനക്കിങ്ങനെ ഇൻജസ്റ്റിസ് മറ്റുള്ളവർ കാണിക്കാൻ പറ്റുമോ എന്നാണ് അവിടുത്തെ ചോദ്യം. പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം വിടുവിച്ചതായ ആ വിടുതലിൻ്റെ അതിനുവേണ്ടി കർത്താവ് എത്ര വില കൊടുത്തെന്നും കാൽവറി ക്രൂശിൽ അവൻ മരിച്ച കാര്യം ഓർത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ചൂടാകാനോ വഴക്കുണ്ടാക്കാനോ നീതികേട് കാണിക്കാനോ നമുക്ക് കഴിയുമോ? കർത്താവിൻ്റെ ചോദ്യം ഇതാണ്. നമ്മൾ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പഴയ ചരിത്രം മുഴുവൻ പറയുകയാണ്. നിങ്ങൾ വേദഭാഗം പിന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണ് അനീതി കാണിക്കാനായിട്ട് കഴിയുന്നത്? ഇത്ര അനീതി മോവാബ്യർ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എന്നിട്ടും നിങ്ങൾ അനീതി എന്തുകൊണ്ട് കാണിക്കുന്നു? അവിടുത്തെ നീതിമാനെ പണത്തിനും, വെള്ളിക്കും എന്നുള്ള അർത്ഥത്തിലാണ്, നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും, ഒരു പെയർ ഓഫ് ഷൂസ് കൊടുത്താൽ ദരിദ്രനെതിരെ നിൽക്കാൻ ആൾ കിട്ടുന്ന, അതായത് ദേ ആർ കൺസേൺ, ദേ ആർ വെരി മച്ച് സെൽഫിഷ്, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരു ജീവിതം, അവനവൻ്റെ കാര്യം ഒഴികെ വേറെ ഒന്നുമില്ലാത്തൊരു ജീവിതം. ഇന്ന് അതല്ലേ കാണുന്നത് സഭകളിലും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസികൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ആരും നീതിയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല, ഈ വിശ്വസ്തതയെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. നമ്മുടെ ജോലിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണമെന്ന് സഭയിൽ ആരും പഠിപ്പിക്കുന്നില്ല. ബിസിനസ്സിനകത്ത് കള്ളത്തരം കാണിക്കരുതെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. പൊതുജീവിതത്തിൽ വിശ്വസ്തരായിരിക്കണമെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. പക്ഷെ കർത്താവ് ഇതൊക്കെയും ദൈവസഭയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സഭയിൽ കൂടി വരുന്ന ഓരോ വിശ്വാസിയും പൊതുജീവിതത്തിൽ നീതി ചെയ്യുന്നവനായിരിക്കണം, അല്ലെങ്കിൽ സഭയിലോട്ട് വരേണ്ട കാര്യമില്ല. ഞാനതിനെക്കുറിച്ച് 1-2 വാക്കുകൾ പെട്ടെന്ന് പറയാം. അതിന് മുമ്പ് 2-ാമത്തെ പാവമായിട്ട് അവിടെ പറയുന്നത് ഇമ്മൊറാലിറ്റിയാണ്. ആ ഇമ്മൊറാലിറ്റി അപ്പനും മകനും ഒരു സ്ത്രീയുടെ അടുത്ത് ചെല്ലുന്ന പറയുന്നത്. എന്താണ് അതിൻ്റെ കാരണം എന്നറിയില്ല. ഒരു പക്ഷേ ഇൻസെസ്റ്റ്. നമ്മൾ ഇന്നത്തെ ഞാൻ ആലോചിക്കുകയാണെന്ന്, ഈ കാലഘട്ടവുമായിട്ട് എത്ര യോജിച്ചിരിക്കുന്നു. ഇത്ര നികൃഷ്ടമായ നിലയിൽ മൃഗതുല്യമായി സ്വന്തം ഈ അധമ വികാരങ്ങളുടെ അടക്കത്തിന് വേണ്ടി ഇത്ര ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തലമുറ. ഈ തലമുറയെക്കുറിച്ചല്ലേ കർത്താവ് ഈ ആമസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? എത്ര ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ തലമുറയ്ക്ക്? ഒരുപക്ഷെ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷന്റെ കാര്യമാണെങ്കിൽ ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത് അപ്പനും ചെല്ലും മോനും ചെല്ലും. അല്ലാതാണെങ്കിലും ഇൻസെസ്റ്റ് ആണെങ്കിലും ഇതൊന്നും ആളുകൾക്ക് വിഷയമല്ല. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹങ്ങളിലും മറ്റും കേൾക്കുന്നതല്ലേ അപ്പനും മോനും തമ്മിലുള്ള കാര്യങ്ങൾ. എന്തിനതൊക്കെ പറയിക്കുന്നത്? പിന്നീട് ഇത് സഭയിൽ നടക്കാൻ തുടങ്ങിയാലോ? കർത്താവ് ഇതിനെക്കുറിച്ച് കൺസേൺ അല്ലെന്ന് ആരും ചിന്തിക്കരുത്. മനുഷ്യൻ മൃഗത്തെ പോലെ ജീവിക്കാനല്ല, അപ്പൻ മക്കൾക്ക് മാതൃകയാകണമെന്നാണ് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങളിലും എല്ലാം അപ്പൻ മക്കൾക്ക് മാതൃകയായിരിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് വിശ്വാസ സമൂഹത്തിൽ പിതാക്കൾ മക്കൾക്ക് മാതൃകയാണോ? കള്ളു കുടിക്കാൻ പോയ ഒരു അപ്പൻ്റെ പുറകെ ഒരു ചെറുക്കൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പപ്പായുടെ കാൽപാദങ്ങളെ പിന്തുടരുകയാണെന്ന് പറഞ്ഞു. ശരിക്കും അതാണ് നടക്കുന്നത്. അതല്ലേ ഇന്ന് നടക്കുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത വിഗ്രഹാരാധനയാണ് അവിടെ പറയുന്നത്. അതിനകത്ത് വിഗ്രഹാരാധന മാത്രമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, പണയം വാങ്ങിയ വസ്ത്രം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് 68-ാമത്തെ വാക്യത്തിൽ, അവർ ഏത് ബലിപീഠത്തിനരികത്തും പണയം വാങ്ങിയ വസ്ത്രം വിരിച്ചു കിടന്നുറങ്ങുകയും പിഴയടച്ചവരുടെ വീഞ്ഞ് തങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് കുടിക്കുകയും ചെയ്യുന്നു. പണയം വാങ്ങിയ വസ്ത്രം എന്ന് പറയുന്നത് അവിടുത്തെ അർത്ഥം ഇതാണ്: ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്തവൻ ഉടുപ്പ് കൊടുത്തേച്ച് ഉടുപ്പ് പണയം വെച്ചിട്ട് അല്ലെങ്കിൽ പുതപ്പ് പണയം വെച്ചിട്ട് അവൻ
എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം, ചിലപ്പോൾ പിള്ളേരുടെ ഫീസ് അടയ്ക്കാനായിരിക്കും. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും പുറപ്പാട് 22 അധ്യായത്തിന് 26 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ കാണുന്നുണ്ട്, ഒരുത്തൻ പുതപ്പ് പണയം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് മുമ്പ് അത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ എങ്ങനെ കിടന്നുറങ്ങുമെന്ന് ഇല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, പണയം വാങ്ങിയ വസ്ത്രം അവൻ വിളിച്ചു കിടന്ന് ഉറങ്ങുന്നെന്ന്. അപ്പോൾ മറ്റവൻ എങ്ങനെ കിടന്നുറങ്ങും? മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കരുതലുമില്ലാത്ത ഒരു സമൂഹമായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ കഴിഞ്ഞകാല ചരിത്രത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ കർത്താവ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വൃതസ്ഥന്മാരെ, താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, നിങ്ങളുടെ പുരുഷന്മാരിൽ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും, 11-ാം വാക്യത്തിൽ നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വൃതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു, അങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിങ്ങൾ വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുകയും പ്രവാചകന്മാരോട് പ്രവചിക്കരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്തു. നോക്ക്, എത്ര വലിയ പാതകമാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കൊടുത്തെന്ന്. പഴയ നിയമത്തിൽ നാസീർ വൃതസ്ഥൻ എന്ത് ചെയ്യാൻ പാടില്ലെന്നാ? വീഞ്ഞു കുടിക്കാൻ പാടില്ല. വൃതസ്ഥന്മാരെ കള്ളു കുടിപ്പിച്ചെന്ന്. എന്തിനാ? അവൻ പ്രവചിക്കത്തില്ലല്ലോ, പിന്നെ അതിനാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതായത് ഇവന്റെ കുറ്റങ്ങളും ഇവന്റെ പാപങ്ങളും വിളിച്ചു പറയുന്ന ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവനെ കൂടെ ഈ ലോക ചിന്തയിലേക്കും ലോകത്തിൻ്റെ മോഹങ്ങളിലേക്കും തള്ളിയിട്ട് ദൈവിക ശബ്ദത്തെ ഇല്ലാതെയാക്കാനാണ് ഇവർ പരിശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മളുടെ സഭയിലെ ഇന്നത്തെ ഒരു പ്രശ്നം, സഭയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സോക്കോൾഡ് ചർച്ചിലെ ഒരു പ്രശ്നം, നേതാക്കന്മാർ ആത്മീകരാകണമെന്ന് ആർക്കും നിർബന്ധമില്ല. നേതാക്കന്മാർക്ക് അവർക്ക് യോജിക്കുന്ന രീതിയിൽ നിൽക്കണമെന്നേ ഉള്ളൂ. എൻ്റെ കുറവുകളെ എനിക്ക് കൈ ചൂണ്ടി എൻ്റെ നേരെ ചൂണ്ടി ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്ന ഒരു പ്രവാചകനെ എനിക്ക് ഇഷ്ടമില്ല, എനിക്കത് വേണ്ടതാണ്. അതുകൊണ്ട് അവനെ കൊണ്ടുകൂടെ എങ്ങനെങ്കിലും ഈ തെറ്റങ്ങ് ചെയ്യിക്കാമെങ്കിൽ പിന്നെന്താ, എന്നെ അവൻ കൈ ചൂണ്ടി പറയത്തില്ലല്ലോ. അതുകൊണ്ട് അവൻ പറയുന്നില്ല, പ്രവാചക വാ കുടിച്ചോ, ഉപദേശിക്കുക മാത്രം ചെയ്യരുത്. അതിനുവേണ്ടി പണം മുടക്കാനും തയ്യാറാണ്. എങ്ങനെയും സഭയിൽ ദൈവം എഴുന്നേൽപ്പിച്ചതായ, അത് നമ്മൾ മനസ്സിലാക്കണം. തനിയെ ആയവരെ കുറിച്ചല്ല പറയുന്നത്, തനിയെ ആയ ഒത്തിരി പേരുണ്ട്. ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനെയും വൃതസ്ഥനെയും വഴിതെറ്റിക്കുവാൻ ജനസമൂഹം പരിശ്രമിക്കുമ്പോൾ, ഞാൻ വെറുതെ പറയുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ചർച്ചിന്റെ ഒരു നേർരൂപമാണ് ഇവിടെ ആമോസ് പറഞ്ഞിരിക്കുന്നത്. ഒരു നേർരൂപം. ഇതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ. എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു നേതാവിനെ മതി. ഞങ്ങൾക്ക് ആത്മീകനായ ഒരു നേതാവിനെ വേണ്ട. ഈ ജനങ്ങൾക്ക് ആത്മീകനായ ഒരു നേതാവിനെ വേണ്ട. മാക്കിവെല്ലിയുടെ പ്രിൻസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാം. പ്രിൻസിനകത്ത് മാക്കിവെല്ലി പറഞ്ഞിട്ടുള്ളൊരു ഒരു വാക്കുണ്ട്, ഓരോ ജനസമൂഹത്തിനും അവർക്ക് യോജിക്കുന്ന നേതാവിനെ കിട്ടുന്നെന്ന്, യോജിക്കുന്ന ഭരണാധികാരിയെ കിട്ടുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണ്? നിങ്ങളങ്ങനെ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് ഇന്ന് സഭാ നേതൃത്വം ഇങ്ങനെയായി? മറ്റൊന്നുമല്ല, സഭ അങ്ങനെ ആയതുകൊണ്ടാണ് സഭാ നേതൃത്വം അങ്ങനെ ആയത്. ആത്മീകമായ ഒരു സഭയിൽ അനാത്മീകനായ ഒരു നേതാവ് ഉണ്ടാകാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ അവൻ പുറത്തു പോകേണ്ടി വരും. അനാത്മീകമായ ഒരു സഭയിൽ അനാത്മീകനായ നേതാവ് നാച്ചുറലി ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. അവരൊരുമിച്ച് അങ്ങ് കൂടി പോകാനുള്ളൂ. ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഈ ലോകത്തെ സഭ വേളി കഴിച്ചു എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ അത് നേതാക്കന്മാർ തന്നെ പോയി കെട്ടിയതൊന്നുമല്ല, ജനങ്ങളും കൂടെ ചേർന്ന് ലോകത്തെ വേളി കഴിച്ചതാണ്. അവർക്ക് അങ്ങനെയുള്ള ഒരു നേതാവിനെ മാത്രമേ കിട്ടത്തുള്ളൂ, ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോൾ വാഷറിൻ്റെ ഞാനതിന് പലയിടത്ത് പറഞ്ഞത്, പോൾ വാഷറിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് കേൾക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ ദുരുപദേഷ്ടാക്കന്മാരെയൊക്കെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ പ്രസംഗത്തിന് പോകുന്ന ആളുകൾ അവരുടെ ഇരകളല്ല, പകരം ഈ ദുരുപദേഷ്ടാക്കന്മാരെ ദൈവം അവർക്ക് അയച്ച ന്യായവിധിയാണെന്ന്. ഇറ്റ് ഈസ് ഗോഡ്സ് ജഡ്ജ്മെന്റ് അപ്പോൺ ദീസ് പീപ്പിൾ. എന്നറിയാമോ? അവർക്ക് അത് വേണമായിരുന്നു, അതുകൊണ്ട് ദൈവം അവരെ കൊടുത്തു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ട് ഒരിക്കൽ ഒരു ആർട്ടിക്കിൾ അതിനെക്കുറിച്ച് എഴുതിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് ആലോചിക്കാനായിട്ട് പറ്റി. ഇൻഫാക്ട് ദിസ് ഈസ് വാട്ട് ഹാസ് ഹാപ്പൻഡ്. ഈ വാസ്തവത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. സ്വർഗം, ആത്മീയത, ഉയരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളുടെ പിതാക്കന്മാരുടെ കാലത്ത് അടുത്ത തലമുറ വന്നപ്പോൾ പണം,
കാറ്, വീട്, ജോലി, ധനം, ലോകമഹിമ എന്നത് മനസ്സിൽ കയറിയപ്പോൾ അവരുടെ മോഹം അതായതുകൊണ്ട് ദൈവം ഈ പ്രോസ്പെരിറ്റി തിയോളജിയൻസിനെ വിട്ടുകൊടുത്തു. ചെന്നോടാ, കാര്യം അവർക്കിപ്പോൾ അതാ വേണ്ടത്. അവർക്ക് കാറും വീടും ഒക്കെ വേണ്ടത്. നീ പോയി പ്രസംഗിച്ചോ, കാറ് കിട്ടും, വീട് കിട്ടും, പണം കിട്ടും. കാര്യം അതിനല്ലേ ഇവന്മാർ വരുന്നത്. പോൾ വാഷർ പറഞ്ഞത് അത് അതിനുവേണ്ടി കൊതിക്കുന്നവർക്ക് ദൈവം കൊടുത്ത ഒരു ന്യായവിധിയാണെന്ന്. ആ തലമുറ പോയിട്ട് പുതിയ തലമുറയുടെ പ്രശ്നം, ഇന്നത്തെ തലമുറയുടെ പ്രശ്നം, അവർക്ക് പാപത്തിനകത്ത് കിടന്ന് ഞൊളയ്ക്കണം. ആരും ചോദിക്കരുത്. ഈ പുതിയ തലമുറയുടെ പ്രശ്നം ഇതാണ്. ആരും അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. മോളെ അത് കാണിക്കുന്ന തെറ്റാ, മോളെ, മോനെ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് പറയുന്ന ഇഷ്ടമില്ല. അവർക്ക് പാപത്തിനകത്ത് കിടന്ന് ഞൊളയ്ക്കണം. അന്നേരം പറഞ്ഞു വിട്ടിരിക്കുകയാണ് പുതിയ പാപകൃപയുടെ ആൾക്കാരെ എന്തോ ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അത് ഇരകളല്ല, ഒരു പരിധി വരെ ദൈവത്തിന്റെ ന്യായവിധിയാണെന്നാണ് പോൾ വാഷർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ജനങ്ങൾ വൃതസ്ഥന്മാർക്ക് വീഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ പ്രസംഗിക്കെന്ന് പറയുന്നു. എങ്ങനെ പ്രസംഗിക്കണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. അവർക്ക് അങ്ങനെയുള്ള ആ ന്യായവിധി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം. ഇപ്പം എന്താണ്, പ്രവാചകന്മാർക്ക് വീഞ്ഞ് കിട്ടിയാൽ മതി, പ്രവാചകന്മാർക്ക് പ്രവചിക്കണ്ട. വീഞ്ഞ് കിട്ടുന്നത് എവിടെ കൂടുതൽ കിട്ടുമോ അങ്ങോട്ട് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. പാർട്ടിക്ക് പോകാൻ ഒരു മടിയുമില്ല. പ്രവചനം തീർന്നു. പ്രവചനമില്ലല്ലോ. പ്രവചനം ഉണ്ടെങ്കിൽ തന്നെ അവർ പറയുന്നതേ പ്രവചിക്കത്തുള്ളല്ലോ. എന്ത് പ്രവചിക്കണമെന്നുള്ളതൂടെ അവർ പറഞ്ഞു തരും. ഞങ്ങളോട് പ്രവാചക ഇന്നതുപോലെ പ്രവചിക്കൂ എന്ന് പറഞ്ഞാണ് പ്രവാചകനെ വിളിക്കുന്നത്. ദൈവം പറഞ്ഞത് പറയാൻ ആളില്ല. കാരണം വൃതസ്ഥന്മാർ വീഞ്ഞു കുടിച്ചു പോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ന്യായവിധിയിൽ നിങ്ങൾ വീണു പോകരുത്. ദൈവം ഒരു ശേഷിപ്പിനെ തീർച്ചയായിട്ടും വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് പ്രവാചകനെ കൊണ്ടുകൂടെ പാപം ചെയ്യിക്കാൻ ഈ തലമുറയിലെ വിശ്വാസികളുടെ കൂട്ടായ്മ നോക്കുന്നുവെങ്കിൽ അതിൽ വീണു പോകാതെ പ്രവാചകനും അതിൽ വീഴാത്ത വിശ്വാസികളും തീർച്ചയായും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഇതൊരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. അവരുടെ ടെറിബിൾ ഫ്യൂച്ചറാണ് 13 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത്. കറ്റ കയറ്റി വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയും. അങ്ങനെ വേഗവാന്മാർക്ക് ശരണം നശിക്കും. ബലവാന്റെ ശക്തി നിലനിൽക്കുകയില്ല. വീരൻ ജീവനെ രക്ഷിക്കുകയില്ല. വില്ലാളി ഉറച്ചു നിൽക്കുകയില്ല. താഴോട്ടുള്ള ഭാഗങ്ങളെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളതാണ്. അവരെ ശിക്ഷിക്കാതെ വിടത്തില്ല. ഈ പാപത്തിനകത്ത് കിടന്ന് ഞൊളയ്ക്കുന്നവരെ ദൈവം ശിക്ഷിക്കാതെ വിടത്തില്ല. ഈ ദൈവികത നശിപ്പിച്ചിട്ട് സ്വർഗത്തെക്കുറിച്ചുള്ള ദർശനം നഷ്ടപ്പെട്ട് ഭൂമിയിൽ കിടന്ന് എഴയുന്ന പുഴുക്കളായ, അതാണല്ലോ പുഴുക്കളാണല്ലോ ഭൂമി കിടന്ന് എഴയുന്നത്, അല്ല വേറെ എന്താ വിളിക്കേണ്ടത് എനിക്കറിയില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ കിടന്ന് പൊളയ്ക്കുന്ന പുഴുക്കളായ ആളുകൾക്ക് ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ചിറകുകൾ തരിച്ച് ഞാൻ സ്വർഗത്തിന്റെ സിറ്റിസനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വാക്കൊന്നുകൂടെ പറയട്ടെ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അശുദ്ധൻ ഇനിയും അഴുക്കാകട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഈ തലമുറയിൽ ജീവിക്കാനായിട്ട് നമുക്ക് ആളുകൾ ഉണർന്നെഴുന്നേൽക്കേണ്ടി വന്നിരിക്കുന്നു. ഒത്തിരി പേര് തെറ്റിപ്പോയി, ഒത്തിരി പേര് പൊക്കോട്ടെ, എന്ത് ചെയ്യാൻ പറ്റും? അവരാരും നശിച്ചു പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ദൈവം എത്രയോ അവസരങ്ങൾ ഇപ്പോഴും കൊടുക്കുകയാണ്. ഇപ്പോഴും ദൈവത്തിന്റെ മഹാകൃപ അതാണ്. ഇതിനകത്ത് വീണവരെ തന്നെ ഇങ്ങനെയുള്ള ഈ മോഹങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ, വഞ്ചിക്കപ്പെടുന്നവരെ ദൈവം എങ്ങനെയെങ്കിലും ഒക്കെ മടക്കിക്കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്യും. കാര്യം കർത്താവ് ഒരാളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഉടമ്പടിയുടെ ജനത്തോട് കർത്താവ് കൂടുതൽ കർക്കശമായിട്ട് ഇടപെടുമെന്ന 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതായ കാര്യം അതാണ്. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവ്വവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കുമെന്ന്. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഉടമ്പടി എന്ന് പറയുന്നത് പ്രിവിലേജ് മാത്രമല്ല. ഇപ്പോൾ പലപ്പോഴും ഈ പുതിയ ദൈവശാസ്ത്രത്തിന്റെ എല്ലാം പ്രശ്നം, നമ്മൾ പുത്രന്മാരാണ്, അതുകൊണ്ട് നമുക്ക് ഇന്നത് കിട്ടും. നമുക്ക് അവകാശത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ. നമ്മൾ രാജാക്കന്മാരാണ്,
ഞാൻ കേട്ടിട്ടുണ്ട് പ്രസംഗങ്ങൾ, നമ്മൾ രാജാക്കന്മാർ, നമ്മൾ രാജാവിന്റെ മക്കളാണ്, അതുകൊണ്ട് ഈ ലോകത്തിലെ വെള്ളി നമുക്കുള്ളത്, ഈ ലോകത്തിലെ ധനം നമുക്കുള്ളത്, ഈ ലോകത്തിലെ പണം നമുക്കുള്ളത്, ഇതെല്ലാം നമ്മുടേത്, നമ്മൾ രാജാക്കന്മാർ, നമ്മൾ ദൈവത്തിന്റെ രാജവംശമാണ്. ഇത് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചപ്പോൾ ഞങ്ങളുടെ ഒരു മിഷണറി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ ആദ്യമല്ലല്ലോ ഈ പ്രസംഗം കേൾക്കുന്നത്. ബ്രദർ, ഞങ്ങളുടെ മീറ്റിങ്ങിന് നേരത്തെ വന്നിട്ടുണ്ടോ? പറഞ്ഞു, ഇല്ല. പിന്നെ എവിടെ വെച്ചാ കേട്ടത്? അല്ല, ഇപ്പോഴെങ്ങും അല്ല, ഒരു 10,000-2000 വർഷം മുമ്പാ മരുഭൂമിയിൽ വെച്ച് ഒരു പാർട്ടി പറഞ്ഞായിരുന്നു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ പുറകെ പോയാൽ ഈ ലോകത്തിലുള്ളത് കിട്ടും, സ്വർഗത്തിലെ ദൈവത്തിന്റെ പുറകെ പോയാൽ സ്വർഗത്തിലുള്ളത് കിട്ടും. നിങ്ങൾ തീരുമാനിക്കണം ഏത് ദൈവത്തെ വേണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മൾ നമ്മുടെ വാക്കുകളുടെ അവസാന സമയത്തേക്ക് വരുമ്പോൾ എനിക്ക് വീണ്ടും ഓർപ്പിക്കാനുള്ള കാര്യം, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് അവകാശത്തിന് വേണ്ടി മാത്രമല്ല, അത് റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. കർത്താവ് പറഞ്ഞു, മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് ഞാൻ നിന്റെ അകൃത്യത്തെ സന്ദർശിക്കുമെന്ന്. എനിക്കിവിടുത്തെ പോലീസ് ചീഫിനെ പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സപ്പോസ് നമ്മുടെ ഒരു സിസ്റ്റം വെച്ച് ഞാനങ്ങ് പറയുകയാണ്, എനിക്കിവിടുത്തെ പോലീസ് ചീഫിനെ പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാഫിക് കൺട്രോളറെ പരിചയമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഓവർ സ്പീഡിനോ മറ്റോ എന്നെ കൈ കാണിച്ച് വിളിച്ചാലും ഞാൻ പറയും, എടോ അങ്ങേരെ ഒന്ന് വിളിച്ച് പറഞ്ഞുതരാം, ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞുതരാം. കാര്യം അങ്ങേരുമായിട്ടുള്ള ബന്ധം നോർമൽ വേയിൽ ഉപയോഗിക്കാൻ പാടില്ല, എങ്കിലും നോർമൽ വേയിൽ നമ്മൾ എന്ത് ചെയ്യും? അതൊരു പ്രിവിലേജായിട്ട് എടുക്കത്തുള്ളൂ. തെറ്റ് ചെയ്യാനുള്ള ഒരു ഒരു സാഹചര്യമായിട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയാണ്, എൻ്റെ പേരും കൊണ്ട് വന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇരട്ടി ഫൈൻ അടിക്കുമെന്ന്. മറ്റവൻ 1000 ആണെങ്കിൽ നിനക്ക് 10,000 ആണെന്ന്. കാര്യം എന്നെ അറിയാമായിരുന്നിട്ടൂടെ നീ ഇത് ചെയ്തോ? അതാണ് ചോദ്യം. അതായത് ഇവിടുത്തെ ട്രാഫിക് കൺട്രോളറെ എനിക്ക് അറിയാമായിട്ടും ഞാൻ ട്രാഫിക് നിയമം തെറ്റിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ശിക്ഷ കിട്ടും. അത് ശരിയാണ്, വാസ്തവത്തിൽ അങ്ങനെ നടക്കത്തുള്ളൂ. ഞാനിതിന് ഉദാഹരണമായിട്ട് ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ, ചില കാര്യങ്ങളും, ചില ഉദാഹരണങ്ങളൊക്കെ പലപ്പോഴും ആവർത്തിക്കുന്നത് അത് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. ഞാൻ വഴിയിലോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഞങ്ങളുടെ അയലോക്കത്തെ പിള്ളേർ 2 പേര് ഇരുന്ന് ചീട്ട് കളിക്കുകയാണെന്ന് വെച്ചു. അപ്പം ഞാനവിടെ മാറി നിന്ന് പറയും, ഓ എന്തോ പറയാനായി തലമുറയുടെ കാര്യം, മുട്ടയൊന്നും വിരിഞ്ഞില്ല, കണ്ടില്ല ഇരുന്ന് ചീട്ട് കളിക്കുന്നത് പൈസ വെച്ച്, എന്തോ പറയാനാ എന്ന് പറഞ്ഞേച്ച് ഞാൻ ചിലപ്പോൾ അങ്ങ് പോകും. പക്ഷെ പിറ്റേ ദിവസം എൻ്റെ പിള്ളേരിൽ നിന്ന് പൈസ വെച്ച് ചീട്ട് കളിക്കുകയാണെങ്കിൽ ഞാനെന്താ പറയും? ഓ എന്തോ പറയാനാ, മക്കളാണെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, കണ്ടില്ലായിരുന്നു ചീട്ട് കളിക്കുന്നത് എന്ന് പറയുമോ? ഇല്ല. ചെന്ന് 2 പൊള്ളിൽ വെച്ച് കൊടുത്തിട്ട് പറയും, കയറി പോടാ വീട്ടിൽ. എന്തുകൊണ്ടാ? അയലോക്കക്കാരൻ എൻ്റെ കൂടെ താമസിക്കുന്നില്ല. അയലോക്കക്കാരൻ അവൻ്റെ പിള്ളേർ നഷ്ടപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ അവൻ എൻ്റെ കൂടെ അല്ലല്ലോ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ പിള്ളേർ എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ എൻ്റെ സ്വഭാവത്തിൽ വളർന്നേരേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കും, തീർച്ചയായിട്ടും ശിക്ഷിക്കും. ഇത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, അതുകൊണ്ട് നിന്റെ അകൃത്യങ്ങളൊക്കെയും ഞാൻ നിന്നിൽ സന്ദർശിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രിവിലേജസ് അധികം ലഭിച്ചവനോട് അധികം ചോദിക്കത്തില്ലെന്നാ ജോസഫ് പ്രിൻസ് പറയുന്നത്. അങ്ങനെയൊന്നും ചോദിക്കത്തില്ലെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമെന്നാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തവർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നും ഇത് ശരിയാണെന്ന്. അല്ലേ? എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് എനിക്ക് കർത്താവ് കൂടുതൽ വെളിപ്പാട് നൽകിയതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് ദൈവം എത്രത്തോളം കൂടുതൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, വെളിപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണടച്ചിരുന്നപ്പോൾ കിട്ടുന്ന വെളിപ്പാടിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വേദപുസ്തകത്തിൽ നിന്ന് ദൈവം എന്നെ എന്തൊക്കെ പഠിപ്പിച്ചോ അതെനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമാണ്. കാര്യം എന്നെ ദൈവം മനസ്സിലാക്കി തന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്ക് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിളിച്ചവന്റെ വിളിയെ അനുസരിച്ച് നമ്മൾ അവന്റെ ശിക്ഷണത്തിന്റെ, ഇവിടെ 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ശിക്ഷണം, ഞാനത് ശിക്ഷ എന്ന് പറയുന്നില്ല, ശിക്ഷണമെന്ന് പറയാണ്. ഈ ദൈവത്തിന്റെ ശിക്ഷണവും ഉണ്ട്, ദൈവത്തിന്റെ ദയ കാണിക്കുന്നുമുണ്ട്. ഇത് രണ്ടും നമ്മളെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ദൈവത്തിന്റെ ദയയും മാനസാന്തരത്തിലേക്ക് നയിക്കണം, ദൈവത്തിന്റെ ശിക്ഷണവും മാനസാന്തരത്തിലേക്ക് നയിക്കണം. ദൈവത്തിന്റെ ദയ പലപ്പോഴും മാനസാന്തരത്തിലേക്ക് നയിക്കാത്തത് കൊണ്ടാണ് ദൈവം ശിക്ഷണം നൽകേണ്ടി വരുന്നത്. രണ്ടും, ഇപ്പം പാപം ചെയ്ത് കല്ലെറിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട ഒരു സ്ത്രീയെ കർത്താവ് രക്ഷിച്ചു. അതൊരു ഭയങ്കര ദയയാണ് കാണിച്ചത്. നമുക്കറിയാം, പാപിനിയായ സ്ത്രീ. പക്ഷെ അവളോട് എന്താ പറയുന്നത്? പോക, ഇനി പാപം ചെയ്യരുത്. അവൾ ഒരിക്കലെങ്കിലും ചിന്തിക്കുമോ, യേശു കർത്താവ് ഉണ്ടല്ലോ എൻ്റെ പാപമെല്ലാം മോഹിച്ചു തരാൻ, അപ്പൊ ഇനി ഇത് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കുമോ? ഇല്ല.
അവൾ യേശുവിനെ അറിഞ്ഞത് മുതൽ അവളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും അശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് പോകാൻ അവൾക്ക് അവസരമില്ല, അവകാശമില്ല എന്നവൾ മനസ്സിലാക്കണം. അധികം തിന്മയായത്, നമ്മൾ കർത്താവ് സൗഖ്യമാക്കിയ വ്യക്തിയോട് പറയുന്നത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും നീ പാപം ചെയ്യരുത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവൻ നന്മ ചെയ്യുമ്പോഴും ബ്ലെസ്സിങ് തരുമ്പോഴും എപ്പോഴും എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കണം, നന്മയും. പത്രോസിന് 2 പടക നിറച്ച് മീൻ കൊടുത്തപ്പോഴത്തേക്ക് പത്രോസിന് ഉണ്ടായത് അഹങ്കാരമല്ല, അനുതാപമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു ബ്ലെസ്സിങ് തന്നാലും നമുക്ക് ഉണ്ടാകേണ്ടത് അനുതാപമാണ്, അല്ലാതെ അഹങ്കാരമല്ല. ഒരനുഗ്രഹം ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, അനുഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതികമായ കാര്യമാണെങ്കിലും ആയിക്കോട്ടെ, ദൈവം എനിക്ക് സ്പെസിഫിക്കായിട്ട് എന്തെങ്കിലും തന്നാൽ ഉടനെ ഞാൻ അഹങ്കരിക്കുകയല്ല വേണ്ടത്, അനുതപിക്കുകയാണ് വേണ്ടത്. കർത്താവെ, ഇത് കിട്ടാൻ ഞാൻ ആരാ എന്നാ ചോദിക്കേണ്ടത് എന്ന് തന്നെയല്ല. ദൈവം ഇതെനിക്ക് തന്നെങ്കിൽ അവൻ തീർച്ചയായും എന്നിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവന് ഞാൻ പൈസ മടക്കി കൊടുക്കുകയല്ല, പക്ഷെ എൻ്റെ ലൈഫ് ഞാൻ അവന് കൊടുക്കാനായിട്ട് നമ്മൾ ഓരോ അനുഗ്രഹങ്ങളും, അനുഗ്രഹങ്ങൾക്ക് പിന്നിലൊരു, ഇപ്പം കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് പിറ്റേ ദിവസം അവർ വന്നപ്പോഴും കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ അപ്പം തിന്നു പക്ഷെ അടയാളം കണ്ടില്ല. അപ്പം തിന്നപ്പോൾ അടയാളം കൂടെ കാണണമായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ ബ്ലെസ്സിങ്ങും അതിൻ്റെ പിന്നിലും എന്തുണ്ട്? ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ ബ്ലെസ്സിങ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും, ഇപ്പം വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഇല്ലേ? കോടാലി അവിടെ കൊണ്ട വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചൂരവടി എടുത്ത് പിള്ളേരെ കാണിക്കുന്നത് പറഞ്ഞ പോലെ നമ്മൾ ഓർത്തോണം. ഏത്? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിൽ ഇട്ട് കളയും. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. അത് കൃപയ്ക്ക് എതിരൊന്നുമല്ല. വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നത് കൃപയ്ക്ക് എതിരൊന്നുമല്ല. അങ്ങനെ ചിന്തിക്കരുത്. അതവിടെ ഇരിക്കട്ടെ. ഫലം കായ്ച്ചു കഴിഞ്ഞാൽ എന്ത്? കോടാലിക്ക് വല്ല പ്രത്യേകതയുണ്ടോ? പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ചൂരപടി വീട്ടിലിരിപ്പണമെന്ന് പറഞ്ഞുകൊണ്ട് ചെറുക്കനെ തല്ലിയേ പറ്റുമെന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. അത് കൃപയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കൃപയ്ക്ക് എതിരാണെന്ന് ആരും ചിന്തിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ദൈവം അനുഗ്രഹം തരുന്നത് മടങ്ങി വരാൻ വേണ്ടിയാണ്. ഇനി അത് തന്നെയല്ല, ശിക്ഷണം തന്നാൽ അതും എന്തിനു വേണ്ടിയാണ്? മടങ്ങി വരാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ, റോമാലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിൻ്റെ ദയയുടെ ഐശ്വര്യത്തെ നിങ്ങൾ നിഷേധിക്കുന്നുവോ എന്നുള്ള ചോദ്യം. ദൈവം നമുക്ക് ദയ കാണിക്കുന്നു. അവൻ വീണ്ടും വീണ്ടും ഓരോ പുതിയ അവസരങ്ങളെ നമുക്ക് നൽകുന്നു. അത് നമ്മൾ എന്തിനു വേണ്ടിയാണ്? മടങ്ങി വരാൻ വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മടങ്ങി വരുന്നില്ലെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, അവർ കോപം ചരതിച്ചു വെക്കുന്നു. എനിക്ക് ഈ വാക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. കോപം ചരതിച്ചു വെക്കുന്നു എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒറ്റയടിക്ക് കോപം പ്രവർത്തിക്കുന്നില്ല. പകരം കോപം എന്ത് ചെയ്തു? കൂട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടി ഒടുവിൽ ചരതിച്ച് വെച്ചിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ട്രാഫിക് റൂളൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പോലീസ് പിടിച്ച് നമുക്ക് ഫൈൻ അടിക്കും. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ പോലീസ് പെട്ടെന്ന് പുറകെ വന്ന് പിടിക്കത്തൊന്നുമില്ല, ഇല്ലേ? ഇവ റെഡ് ക്രോസ് ചെയ്താലും പുറകെ പോലീസുകാരൻ വരുത്തൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നീട് ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോഴോ ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോഴോ നമുക്ക് അടയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു ഫൈൻ വരികയാണ്. അന്നേരം ശിക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അന്നേരം ഇപ്പം ഞാനിപ്പോൾ ഓവർ സ്പീഡ് കാണിച്ചാലും എനിക്ക് പോലീസ് പുറകെ വന്ന് പിടിച്ചില്ലെങ്കിൽ, പോലീസ് കണ്ടില്ല, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് SMS വരുന്നത്. അതല്ലെങ്കിൽ എന്താണ്, ഒടുവിൽ ഫീസ് അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ പോയ ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടി ഒടുവിൽ കണക്ക് തീർക്കുന്നത്. ദൈവത്തിൻ്റെ പരിപാടി ഏതാണ്ട് ഇതുപോലെ. ദൈവം ഈ അന്നേരം ശിക്ഷിക്കാനൊന്നും വരുന്നില്ല. നമ്മളൊരു പാപം ചെയ്താൽ അന്നേരം, അനന്യാസിനും സഫീറയ്ക്കും പറ്റിയ പോലൊക്കെ ഇന്ന് ചിലപ്പം പറ്റിയില്ലെന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കരുത് ദൈവം ഇത് കണ്ണടച്ചു വന്ന് ചരതിച്ച് വെച്ചിരിക്കുകയാണ്, കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുക. ദൈവത്തിൻ്റെ ദയ, ക്ഷമ, അതിൻ്റെ ഐശ്വര്യം നിഷേധിക്കുന്നവർ എന്ത് ചെയ്യുന്നതാണ്? കോപം ചരതിച്ച് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത് പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല, അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് പറയുന്നതാണ്. ഇത് അറിയാൻ വയ്യാത്തത് കൊണ്ട് സ്വാഭാവികമായി ഒരു ഫോൾസ് ജനറോസിറ്റിയിലേക്ക് വരുന്നതാണ് നമ്മൾ അടുത്തതായിട്ട് കാണുന്നതായ കാര്യം. ഒരു ഫോൾസ് ജനറോസിറ്റി, അതായത് അവരെന്ത് ചെയ്യുന്നറിയാമോ? അവര് ഈ തെറ്റുകളെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവരുടെ റിലീജിയൻ, ഒരു ഫോൾസ് റിലീജിയസിറ്റിയിലേക്ക്, ഒരു റിലീജിയൻ്റെ ഭാഗത്തേക്ക് അവര്
അതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നു, പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായത്തിൽ, നമ്മുടെ വേദഭാഗത്ത് വരുമ്പോഴത്തേക്ക് 4-ാം അധ്യായത്തിൽ അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, ബഥേലിൽ ചെന്ന് അതിക്രമം ചെയ്യുവിൻ, ഗിൽഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിൻ, രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും 3-ാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടുചെല്ലുവിൻ, പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പിൻ, സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കുവിൻ. ഇങ്ങനെയല്ലോ ഇസ്രായേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നതെന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് വായിച്ചു കഴിഞ്ഞാൽ ദശാംശം കൊണ്ട് കൊടുക്കുക, യാഗങ്ങളെ അർപ്പിക്കുക എന്നൊക്കെ കർത്താവ് പറയുന്ന പോലെ തോന്നും. പക്ഷെ കർത്താവ് പറയുന്ന ഈ ടോണിന്റെ വ്യത്യാസമുണ്ട്. ഇനി കൊണ്ടുപോടാ നിന്റെ സ്വമേധാഗാനവും കൊണ്ട്, ഇങ്ങോട്ട് കൊണ്ടുപോടാ നിന്റെ എന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം എനിക്ക് നിന്റെ സ്വമേധായാഗവും വേണ്ട, എനിക്ക് നിന്റെ ദശാംശവും വേണ്ട, ഇങ്ങനെ കൊണ്ടുവന്നേര്, നിന്റെ അപ്പവും കൊണ്ട് ഇങ്ങനെ വന്നേര്, പുളിച്ച അപ്പവും കൊണ്ട് എന്നുള്ള ടോണിലാണ് ഇവിടെ പറയുന്നത്. പക്ഷെ അവർക്കിത് മനസ്സിലാകുന്നില്ല. അവർ ചിന്തിക്കുന്നത് ഈ അതിക്രമങ്ങളെല്ലാം ചെയ്തിട്ടും എന്ത് ചെയ്താൽ മതി, യാഗമർപ്പിച്ചാൽ മതി എന്നുള്ളതാണ് അവര് ചിന്തിച്ചതായ കാര്യം. 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവയുടെ ദിവസത്തിനായി വാഞ്ചിക്കുന്ന നിങ്ങൾക്ക് അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം, അത് വെളിച്ചമല്ല ഇരുട്ടത്രേ. അതായത് വരുമ്പോഴത്തേക്ക് യോഗത്തിന് കർത്താവിന്റെ നാൾ വരുന്നു പ്രിയമുള്ളവരെ, മാറാനാഥ, കർത്താവ് വരുന്നു, നമ്മുടെ കർത്താവ് വരുന്നു, വന്നാൽ നിനക്കെന്നാ ഗുണം? ഇത് കർത്താവ് ചോദിക്കുകയാണ്. കർത്താവിന്റെ ദിവസം നിനക്ക് വെളിച്ചമല്ല ഇരുട്ടത്രേ, നിനക്കെന്താ ഇതുകൊണ്ട് ഗുണം? നിനക്ക് ഗുണമുണ്ടാകണമെങ്കിൽ നീ വിശുദ്ധനായിട്ട് ജീവിക്കണം. അശുദ്ധനായ ജീവിക്കുന്ന ഒരുവൻ എങ്ങനെയാണ്? അത് ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഈ വലിയ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് കർത്താവേ ആമേൻ, കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറഞ്ഞേച്ച് പോകുന്നവന് കർത്താവെങ്ങാണം വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? താഴെ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരുത്തൻ സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയിട്ട് കരടി അവൻ എതിർപ്പെടുകയോ വീട്ടിൽ ചെന്ന് കൈവച്ച് ചുമലോട് ചാരിയിട്ട് സർപ്പം അവനെ കടിക്കുകയോ ചെയ്യുന്നത് പോലെ ആകുന്നു. സിംഹത്തെ കണ്ട് ഓടിയപ്പോൾ ആ പോയ വഴിക്ക് കരടി ഇങ്ങോട്ട് ഓടിക്കുന്നു. എന്നാൽ ഒരു വീട്ടിൽ കയറിയേക്കാന്ന് വെച്ച് ബെല്ലടിക്കാൻ ചെന്നപ്പം ബെല്ലെ പിടിച്ചപ്പോഴത്തേക്ക് പാമ്പ് അവനെ കൊത്തി. ഇതുപോലെയാണ് അശുദ്ധനായി ജീവിക്കുന്നവൻ ആമേൻ കർത്താവായ യേശുവേ വേഗം വരണമെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു റോങ് റിലീജിയൻ ഇന്ന് സഭകളിൽ ഫോളോ ചെയ്യുന്നത്. സഭ മാറിയിട്ട് മതമായി വന്നിരിക്കുകയാണ്. ഈ മതം ഒരിക്കലും കർത്താവിൻ്റെ നാളിനെ നന്മയ്ക്കായിട്ടല്ല മനുഷ്യർ കൊണ്ടുവന്നത്. യഹോവയുടെ ദിവസം നിങ്ങൾക്ക് വെളിച്ചമല്ല, ഇരുൾ തന്നെയല്ലോ, ഒട്ടും പ്രകാശമില്ലാത്ത അന്ധതമസ് തന്നെ. 5-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. മത്സരങ്ങൾ എന്നല്ല, നിങ്ങളുടെ ഉത്സവങ്ങളെന്നാണ്. അത് മലയാളത്തിൽ വന്ന ഒരു തർജ്ജമയുടെ പെശകാണ്. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. ഉത്സവമല്ലയോ? ഞങ്ങൾ ഇത്ര വർഷമായി, 50 വർഷമായി, 90 വർഷമായി ഉത്സവമാണ് എല്ലായിടത്തും. കർത്താവ് പറഞ്ഞു വന്നേരം ഉത്സവം കൊണ്ട് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് 90 വർഷമായെന്ന്. ഉത്സവമാണ്. എന്തിനാ ഉത്സവം? കർത്താവ് പറഞ്ഞു ഞാനതിനെ ദ്വേഷിക്കുന്നു. നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. പ്രിയമുള്ളവരെ, എല്ലാ സഭായോഗങ്ങളിലും ഒന്നും കർത്താവിന് പ്രസാദമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ഭോജനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കയില്ല. തടിച്ച മൃഗങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ സമാധാനയാഗങ്ങളെ ഞാൻ കടാക്ഷിക്കയില്ല. അടുത്തത് അതിനേക്കാളും രസമാണ്, നിന്റെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക, നിന്റെ വീണാതാന്ന് ഞാൻ കേൾക്കയില്ലെന്ന്. നമ്മൾ എന്തിച്ച് കൈയടിച്ച് പൊട്ടിച്ച് പാട്ട് പാടിയാൽ കർത്താവ് എല്ലാ പാപവും അങ്ങ് ക്ഷമിക്കുമെന്നാണ്. നിങ്ങളുടെ എത്ര സ്പീഡിൽ കൈയടിക്കുന്നുള്ളതനുസരിച്ചൊന്നും അല്ല നിങ്ങളെ സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നു. നിങ്ങളുടെ കൈകളിൽ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്? നിങ്ങളുടെ പാട്ടുകളുടെ സ്വരം എൻ്റെ മുമ്പിൽ നിന്ന് നീക്കുക. പ്രിയമുള്ളവരെ, നമുക്കൊരു ചിന്തയുണ്ട്, കുറച്ച് അടിച്ചു പൊളിച്ച് പാട്ട് പാടിയ ഉടനെ ദൈവം അതിനെയെല്ലാം പ്രസാദത്തോടെ നോക്കുന്നെന്ന്. കർത്താവ് പറഞ്ഞ് കൊണ്ട് കള, എൻ്റെ മുമ്പിൽ നിന്ന് പൊക്കോ എന്നാ പറയുന്നത്. ഈ രീതി തന്നെ ഈ ഭാഗങ്ങൾ വായിക്കാൻ കഴിയണം. കാര്യം ഇന്നത്തെ സഭയുടെ അവസ്ഥ അതാണ്. കർത്താവ് ഓടിച്ചു വിടുന്നതായ ഒരു കാര്യം അതാണ് കാണുന്നത്. എന്നാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ന്യായം നീതി പോലെയും, താഴോട്ടുള്ള വാക്യങ്ങളെ വായിക്കുന്നത്, വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ഫോൾസ് റിലീജിയൻ നമ്മൾ കളഞ്ഞേലേ പറ്റുകയുള്ളൂ. അന്യായം മാറ്റി നീതി നമ്മൾ കൊണ്ടുപോകണം, നീതി കൊണ്ടുവരണം.
ഒരു ഫോൾസ് ഹോപ്പ് ഉണ്ടാകരുത്. പലപ്പോഴും നമുക്കുള്ളൊരു വലിയൊരു പ്രോബ്ലമാണ്. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ചാപ്റ്റർ 10, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയും ഇല്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. ഹല്ലേലൂയ. അനർത്ഥം ഞങ്ങളെ പിന്തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കുകയില്ല എന്ന് പറയുന്നവരായി TV തുറന്ന ഉടനെ നിങ്ങളെ ഒരു അനർത്ഥവും തൊടുകയില്ല, ഇന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. എവിടെ തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പാപം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തില് തൊടത്തില്ല, നിങ്ങളെ തൊടത്തില്ല എന്ന് പറഞ്ഞാൽ തൊടാതിരിക്കത്തൊന്നുമില്ല. നിങ്ങളൊരു ഫോൾസ് ഹോപ്പ് കൊടുക്കുകയാണ് മനുഷ്യർക്ക്. ഈ ജനങ്ങളെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാനുള്ള കാര്യമല്ലോ നോക്ക് നിങ്ങൾ. അവർക്കൊരു വ്യാജ പ്രതീക്ഷ കൊടുക്കുന്നത് നിർത്ത്. ഏറ്റവും കുറഞ്ഞത് ഇങ്ങനെ ജീവിച്ചാൽ നീ നരകത്തിലേ പോകത്തുള്ളെന്നെങ്കിലും പറ. ഇന്ന് ആവശ്യമായിരിക്കുന്നത് കള്ളം പറയുന്നത് നിർത്ത്. അത് കള്ളമാണ്, അല്ലാതെ എന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ദൈവം അതിൽ പ്രസാദിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഏറ്റവും കുറഞ്ഞ അതെങ്കിലും പറ. പ്രിയമുള്ളവരെ, ഈ രീതി പോയാൽ നീ സ്വർഗത്തിൽ പോകത്തില്ല. അത് പറയാനൊരു പ്രവാചകൻ വരട്ടെ. അതങ്ങനെ ഇവരുടെ കൂടെ കൂടിയിരിക്കുകയല്ലേ എല്ലാവരും കൂടെ. ഐ എം നോട്ട് ജോക്കിങ്. ഞാനിത് തമാശ പറയുന്നതല്ല, വേദന കൊണ്ട് പറയുന്നതാണ്. ഇവിടെ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് സത്യം പറയുന്ന പ്രവാചകനാണ്, അല്ലാതെ വ്യാജ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പ്രവാചകനല്ല. എന്തിനാ അങ്ങനെ വ്യാജ പ്രതീക്ഷ കൊടുക്കുന്നത്? അങ്ങനെ പ്രതീക്ഷ കൊടുത്താൽ ഒരിക്കലും നന്നാകത്തില്ല. അവനൊരു മുന്നറിയിപ്പ്, വേദപുസ്തകത്തിന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എത്തിപ്പിടിക്കയില്ലെന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ജെരമ്യാ പ്രവചനം 7-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നീ വ്യാജ വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുതെന്ന്. എന്താണെന്ന് അവർ പറഞ്ഞെന്നറിയാമോ? വടക്കേ രാജ്യം പ്രവാസത്തിൽ പോയപ്പോൾ തെക്കേ രാജ്യത്തിലെ ആളുകൾ പറഞ്ഞു അത് അവർക്ക് ആരാധന ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് ദേവാലയമില്ല. ദേവാലയം യെരൂശലേമിലല്ലേ? ദേവാലയം യെരൂശലേമിലുള്ളിടത്തോളം കാലം നമുക്കൊന്നും പറ്റത്തില്ല. അതിന് എന്നീ വ്യാജ വാക്കുകൾ, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്നീ വ്യാജ വാക്കുകൾ നിങ്ങൾ ആശ്രയിക്കരുത്. ഇതുപോലെ ഏതാണ്ടൊരു വാക്കാണ്, യഹോവയുടെ മന്ദിരം എന്ന് പറയുന്ന ഏതാണ്ടൊരു വാക്കാണ് ഇന്ന് ആളുകൾ ആരാധന എന്ന് പറയുന്നത്. സഹോദരന്മാരെ, അവരൊക്കെ സമുദായക്കാര്, അവർക്ക് ആരാധനയില്ല. നമുക്ക് ആരാധനയുണ്ട്. നമുക്ക് ആരാധനയുള്ളത് കൊണ്ട് കർത്താവ് നമ്മളെ തൊടത്തുപോലുമില്ല. വ്യാജ വാക്കുകളിൽ നിങ്ങൾ ആശ്രയിക്കരുത്. പാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആരാധന ദൈവത്തിന് ആവശ്യമില്ല. ദൈവം അതിനെ വെറുക്കുന്നു. അങ്ങനെ പാപവും ആരാധനയും ഒരുമിച്ച് കൊണ്ടുപോകുന്നവൻ വാൾ കൊണ്ട് മരിക്കും നിശ്ചയം. അത് പറയാനുള്ള തൻ്റെ ഇടം ഈ സഭക്കാർക്ക് എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നില്ല? പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വ്യാജവാക്കുകളിൽ ഒരിക്കലും ആശ്രയിക്കരുത്. നിങ്ങളുടെ ആരാധനയ്ക്ക് അപ്പുറത്താണ് നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഇടപെടലുകൾ, നിങ്ങളുടെ നീതി. ഹല്ലേലൂയ. ഈ വ്യാജവാക്കുകൾ നിങ്ങൾ ആരാധിക്കരുത്. ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിങ്ങൾ വീണാനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദാവീദ് ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ദാവീദ് എന്ന പോലെ അഭിനയമാണ് മുഴുവൻ. ഇന്ന് പാട്ട് അഭിനയമാണ്, പ്രസംഗം അഭിനയമാണ്, പെർഫോമൻസ് ആണ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പ്രസംഗകരും പാട്ടുകാരുമാണ് ഇന്ന് സഭകളിലെവിടെയും. പെർഫോമൻസ്. അങ്ങനെയുള്ള ഒരു ജനതയും സ്വർഗത്തിലേക്ക് പോകത്തില്ല. വ്യാജഭാവത്തെ കർത്താവ് വെറുക്കുന്നു. അത് പാട്ടുകാരാണെങ്കിലും പ്രസംഗകരാണെങ്കിലും ആരാണെങ്കിലും വ്യാജഭാവങ്ങളിൽ നിങ്ങൾ ആശ്രയിക്കരുത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണ്. എന്നാൽ അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ കണ്ടു പാപം ചെയ്യുന്ന ജനങ്ങൾക്ക് അത് വിശ്വാസികളാണെങ്കിൽ പോലും അതിന് ദൈവത്തിൻ്റെ ദയ കൊണ്ട് അവൻ വരുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, there is a point of no return. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്.
എല്ലാത്തിനും ഒരു പരിധിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവസ്നേഹത്തിൽ അഥവാ ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ യു കനോട്ട് കം ബാക്ക്. തിരിച്ചു വരാൻ കഴിയാത്ത അധമ പാതാളത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഒരു മടങ്ങി വരവ് അത്യാവശ്യമാണ്. ലൂസാക്കരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അൺകോംപ്രമൈസിങ് ആയിരിക്കണം. നമ്മുടെ സ്പിരിച്വാലിറ്റി ഒരു രീതിയിലുള്ള ഒന്നിനോടും ഒത്തുതീർപ്പുകളില്ലാത്ത ഒരു ആത്മീയതയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതാണ് വേദപുസ്തകത്തിൻ്റെ ആത്മീയത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ദയ കാണിക്കുന്നുണ്ട്, പക്ഷേ ആ ദയ കാണിക്കുന്നത് മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമാണ് എന്ന് നിങ്ങൾ അറിയണം. അല്ലാതെ വേറെ ഒന്നുമില്ല. അവൻ്റെ വരവിനെ എതിരേൽക്കുവാൻ, ദൈവത്തെ എതിരേൽക്കുവാൻ, അവൻ്റെ ന്യായവിധി എതിരേൽക്കുവാൻ നമുക്ക് ആർക്കും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഒരു മാനസാന്തരം ആവശ്യമാണ്. ഇനിയെങ്കിലും. ഞാൻ പല ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ അവനെ എതിരേൽക്കാൻ ഒരുങ്ങുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി വേദവസം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. അത് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളാണ്. നാം ഇന്നതാകുമെന്ന്, നമ്മളിപ്പോൾ ദൈവമക്കളാണ്, പക്ഷെ നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. പക്ഷേ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവൻ ഇരിക്കുന്നത് പോലെ അവനെ കാണേണ്ടതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. പ്രിയമുള്ളവരെ, ഈ വാക്യം കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ, നാം അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിക്കൊണ്ട്, അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവനെ കാണണം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. കാണും എന്നല്ല. അതായത് നമ്മൾ ആരും ചിന്തിക്കേണ്ട, കർത്താവ് വരുന്ന സമയത്ത് അതുവരെ പിശാചിനെ പോലെ ജീവിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് അങ്ങ് യേശുവിനെ പോലെ ആകുമെന്ന് ആരും ചിന്തിക്കണ്ട. ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകൊണ്ട്, അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവനെ കാണേണ്ടത് കൊണ്ട്, അതാണ് അവിടുത്തെ കാര്യം. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. അത് നമ്മുടെ പ്രത്യാശയാണ്. കർത്താവ് വരുന്ന സമയത്ത് അവനെ പോലെ ആയിക്കൊണ്ട് വേണം അവനെ എതിരേൽക്കാൻ. അത് ഒരു നിമിഷം കൊണ്ട് ഞാൻ അങ്ങ് രൂപാന്തരപ്പെടുകയല്ല, എൻ്റെ ശരീരം രൂപാന്തരപ്പെടും. പക്ഷേ ക്യാരക്ടർ എങ്ങനെയാണ്? അവൻ്റെ സദൃശന്മാരാകുക എന്ന് പറഞ്ഞാൽ എന്ത് സദൃശതയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ സദൃശത എന്ന് പറയുന്നത് നിർമ്മലതയാണ്, ഹോളിനെസ് ആണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ അവനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ അവനെ പോലെ നിർമ്മലനാവുക എന്നാണ്, അവനെ പോലെ വിശുദ്ധനാവുക എന്നുള്ളതാണ്. ആ വിശുദ്ധനായിക്കൊണ്ടാണ് ഞാൻ അവനെ എതിരേൽക്കേണ്ടതെങ്കിൽ എൻ്റെ ഇപ്പോൾ മുതലുള്ള എല്ലാ ചെയ്തികളും എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നറിയാമോ? കർത്താവേ, നീ എത്ര നിർമ്മലനാണോ അത്രയും നിർമ്മലനാകാൻ എനിക്ക് പറ്റണം. അവൻ്റെ നിർമ്മലത ഏറ്റെടുക്കുവാൻ, അവൻ്റെ നിർമ്മലതയിൽ ജീവിക്കുവാൻ, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും വിശുദ്ധിയെ പ്രാപിക്കാൻ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ എന്നെ തന്നെ, അവിടെ എഴുതിയിരിക്കുന്ന വാക്കതാണ്, അവനിൽ ഈ പ്രത്യാശയുള്ളവന് എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കും. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ ഞാൻ പാസീവ് അല്ല. എൻ്റെ ഫെയ്ത്ത് ഒരു ഡെഡ് ഫെയ്ത്ത് അല്ല. എൻ്റെ വിശ്വാസം ഒരു ചത്ത വിശ്വാസമല്ല. എൻ്റെ വിശ്വാസം വളരെ ആക്റ്റീവായിട്ടുള്ള വിശ്വാസമാണ്. എന്ത്? എനിക്ക് അവനെ പോലെ ആകണം. അവൻ വരുമ്പോൾ അവനെ എതിരേൽക്കുന്നത്, അതാണ് ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്തുന്നത്. അവൻ ന്യായവിധിക്കായിട്ട് വരുമ്പോൾ എനിക്ക് അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. പക്ഷേ അവൻ എനിക്ക് ന്യായവിധിക്ക് മുമ്പ് അവനിലേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള അവസരം തന്നിരിക്കുന്നു. അവൻ്റെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള അവസരം എനിക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി നമുക്ക് ആവശ്യം അതാണ്. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധരായിക്കൊണ്ട്, നിർമ്മലനായിക്കൊണ്ട് അവനെ കാണണം. എനിക്കറിയില്ല എന്ന് അവൻ വരുന്നതെന്ന്. ഇന്നാണോ നാളെയാണോ 10 വർഷം കഴിഞ്ഞാണോ എനിക്കറിയില്ല. പക്ഷെ എനിക്കതല്ല വിഷയം. ഇന്നവൻ വന്നാലും അശുദ്ധനായിട്ട് അവനെ എതിരേൽക്കാൻ എനിക്കിഷ്ടമില്ല. പാപത്തിൽ ജീവിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകുന്നുള്ള ഒന്നും എനിക്ക് ഇപ്പോഴെനിക്ക് വിഷയമല്ല. ഞാൻ പാപത്തിൽ തുടർന്നാലും കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ എല്ലാം ക്ഷമിച്ചത് കൊണ്ട് ഒരു കുഴപ്പമില്ലെന്നൊന്നും എനിക്ക് ചിന്തിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒറ്റ ആഗ്രഹമുള്ളൂ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ വിശുദ്ധിയിൽ വേണം എനിക്ക് അവനെ എതിരേൽക്കാൻ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള വാക്ക് ന്യായവിധിയുടെ വാക്കായിട്ട് കേൾക്കാൻ എനിക്കിഷ്ടമില്ല. അതിൻ്റെ ആവശ്യമില്ല. അവൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എങ്ങനെ? വിശുദ്ധിയിൽ, അവൻ്റെ നിർമ്മലതയിൽ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം എല്ലാവരും.
ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളെ അടയ്ക്കുക. ഒരു നിമിഷം പ്രിയമുള്ളവരെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുക്കിക്കൊള്ളുക എന്നുള്ള വാക്ക് ഒരു ന്യായവിധിയുടെ ദൂതായി എൻ്റെ ജീവിതത്തിൽ വരരുത്. അതിൻ്റെ ആവശ്യമില്ല. അവനുമായിട്ടുള്ള എൻ്റെ എൻകൗണ്ടർ എപ്പോഴും സന്തുഷ്ടിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആകണം. അവൻ വരുന്നു. അവൻ്റെ വരവ് എത്രയും സമീപസ്ഥമായിരിക്കുന്നു. ഒരു വ്യാജ പ്രശംസയോ ഒരു വ്യാജ പ്രതീക്ഷയോ നൽകാനല്ല, അതിൻ്റെ ആവശ്യമില്ല. ഒരു വ്യാജ ആത്മീയത എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവൻ വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എനിക്ക് അവനെ എതിരേൽക്കുന്നത് അവൻ്റെ വിശുദ്ധിയിലായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് അവൻ്റെ നിർമ്മലതയിൽ നിന്ന് നമ്മൾ കുറഞ്ഞു പോയിരിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരൊറ്റ കാര്യം: കർത്താവേ, നിന്റെ നിർമ്മലതയിൽ കുറവായത് എനിക്ക് ലഭിക്കുന്ന ഈ ദയയുടെ ഈ സമയത്ത്, എനിക്ക് വേണ്ടി നീ തന്നിരിക്കുന്ന ഈ ദയയുടെ സമയത്ത് നിന്റെ ക്ഷമയുടെ ഐശ്വര്യം നശിപ്പിച്ചു കളയാതെ എൻ്റെ നിർമ്മലതയിൽ കുറവായതിനെ പൂരിപ്പിക്കുവാൻ ഞാൻ ഒരുങ്ങുന്നു. കാരണം നീ വരുമ്പോൾ നിന്റെ വിശുദ്ധിയിൽ എനിക്ക് നിന്നെ എതിരേൽക്കണം. ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ അടച്ച് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവസന്നിധിയിൽ കരങ്ങളെ ഉയർത്തി ആ വിശുദ്ധി ആഗ്രഹിച്ചുകൊണ്ട് അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഓ ഹല്ലേലൂയ. എൻ്റെ പ്രവാസകാലം ഞാൻ ഭയത്തോടെയാണോ ചെലവഴിക്കുന്നത്? യെസ്, ഭീതിയിലൊന്നുമല്ല. പക്ഷെ എനിക്ക് ഭയമുണ്ട്. അത് നഷ്ടപ്പെട്ടുകൂടാ. എനിക്ക് അവനെ കാണുമ്പോൾ വിശുദ്ധി തന്നെ കാണണം. ഞാൻ സ്വർഗത്തിലോ നരകത്തിലോ ദൈവം എന്നെ തള്ളിയിടുമെന്നുള്ളതൊന്നുമല്ല എൻ്റെ വിഷയം. എനിക്ക് വേണ്ടി ജീവൻ തന്ന എൻ്റെ യേശുവിനെ വിശുദ്ധിയിൽ എതിരേൽക്കുവാൻ, അതിനുവേണ്ടി എൻ്റെ നിർമ്മലതയിൽ കുറവായതിനെ എനിക്ക് ലഭിക്കുന്ന സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് പൂരിപ്പിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, ഉറപ്പോടുകൂടെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഒരു ബോധ്യത്തോടുകൂടെ ജീവിക്കുവാൻ എനിക്ക് ആവശ്യമുണ്ട്. എത്ര പേര് പറയും, കരങ്ങളെ ഉയർത്തി വായ തുറന്ന് പറ, കർത്താവേ, നിന്റെ നിർമ്മലതയിൽ നിന്നെ എതിരേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധിയിൽ നിന്നെ എതിരേൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, വിശുദ്ധരുടെ പാപം കുഴപ്പമില്ലാത്തതല്ല എന്നും നീ അതെല്ലാം കണക്കെഴുതി സൂക്ഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ കർത്താവേ, എനിക്ക് വീണ്ടും വിശുദ്ധിയിലേക്ക് വരുവാൻ ഒരു ദിവസം കൂടെ നീ തന്നല്ല കർത്താവേ. നിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ എനിക്ക് ഒരു ദിവസം കൂടെ തന്നല്ല കർത്താവേ. നിന്റെ ദയയുടെ ഐശ്വര്യത്തെ ഞാൻ നിഷേധിക്കുകയില്ല കർത്താവേ. ഹല്ലേലൂയ. എന്നെ തന്നെ നിർമ്മലീകരിച്ച് കർത്താവേ, നിന്റെ വിശുദ്ധിയിൽ നിന്നെ എതിരേൽക്കുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നു. അതിനാവശ്യമായ ദൈവകൃപ എനിക്ക് തരണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ